വാടക പറഞ്ഞ കാലം കഴിഞ്ഞു. ഇനി കേപ്പബിലിറ്റിയുടെ വരവാണ്. 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവും. എന്നാലും ബേസിൽ അതിരടി കണ്ടു. എന്നിട്ട് ഇപ്പൊ ഞാൻ വന്നിട്ട് കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ കോൾഡ് ബിഗ് റിവ്യൂവേഴ്സ്, അശ്വന്ത് കോക്ക്, ഉണ്ണി വ്ളോഗ്സ് എല്ലാവരും കിളത്തി അടിച്ചിരിക്കുകയാണ് പടത്തിന്. തിരുവനന്തപുരം സത്യസന്ധമായിട്ട് പറഞ്ഞു. അതായത് അശ്വന്ത് കോക്ക് പറയുന്നതിന്റെ മ്യൂസിക് വേറെ ലെവലാണ്. എനിക്ക് ഏറ്റവും തല്ലിപ്പൊളിയായിട്ട് തോന്നിയതിന്റെ മ്യൂസിക്, പ്രത്യേകിച്ച് ഒരു തല്ലിപ്പൊളി ഓഞ്ഞൊരു പാട്ടുണ്ട്, അമ്മ പുതപ്പ്. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ടൊവിനോയെ കൊണ്ട് പല പ്രാവശ്യം പാടിക്കുന്നുണ്ട്. അതിനുശേഷം വിനീത് ശ്രീനിവാസനെ കൊണ്ട് പാടിക്കുന്നുണ്ട്. പിന്നെ ഒരു കോമഡി ട്രാക്ക് പടമാണ് പറയുന്നത്. പക്ഷെ നമ്മളെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഇമോഷണലി കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് പ്രശ്നമാണ്. പിന്നെ അവിടെ നമ്മൾ കോമഡിയിലോട്ട് നമ്മൾ കാണാം. ആ സീക്വൻസ് അസച്ച് കൊള്ളാം, നന്നായി ചെയ്തിട്ടുണ്ട്. ആ സീക്വൻസിലുള്ളത് വിഷ്ണു അഗസ്തിയും അതേപോലെ നമ്മുടെ ദർശനയും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ഇമോഷണലി നമ്മുടെ തലമുണ്ടക്കാർ കൊട്ടു വന്നിട്ട് വീണ്ടും നമ്മളെ ഹൈ ആക്കാൻ നോക്കുവാണ്. അതെ, അവിടെ തൊട്ട് തന്നെ ഫ്ലോപ്പ് അടിച്ചു. അതായത് ഒരുപാട് പൈസയുള്ള പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ഒരുപാട് കാസ്റ്റ്. ടൊവിനോയെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ടൊവിനെ ഡീഗ്ലാമറൈസ് ചെയ്തു. ടൊവിനോയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല, പെർഫോം ചെയ്യാൻ അവസരം പോലും കൊടുത്തിട്ടില്ല ടൊവിനോയ്ക്ക്. 100 കണക്കിന് ആക്ടേഴ്സ്. കാതലിന്റെ റൈറ്ററാണ് ഇതിന്റെ റൈറ്റർ. പിന്നെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ റൈറ്ററാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പം നല്ല ടീമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പടം ഇമോഷണലി കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല. ജസ്റ്റ് ആവറേജ് മൂവി, അത്രേ ഉള്ളൂ.